കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ചുട്ടിപ്പാറയുടെ താഴ്വാരത്താണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2-3 പേരോടുണ്ട്. ഇത് പ്രഭുലാൽ ലാൽ ഡിജിറ്റൽ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആളാണ്. പുള്ളിയുടെ ഒരു വീഡിയോ വൃദ്ധിവിശാലിൻ്റെ ഡാൻസൊക്കെ വളരെ വൈറലായ ഒരു വീഡിയോ ആണല്ലോ. അതുപോലെ എൻ്റെ കൂടെ അനീഷ് ഉണ്ട്. അനീഷിൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയാം, അനിൽ ബ്രദേഴ്സ് എന്ന ചാനലിൻ്റെ ഓണറാണ്. ഓമല്ലൂർ അനീഷും കൂടെയുണ്ട്. ഇനിയും 1-2 പേരോട് ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് മല കയറാനായിട്ട് പോവുകയാണ്. മുകളിൽ ചെന്ന് ഒരല്പം എന്തെങ്കിലും കട്ടൻ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുടിച്ച് പതുക്കെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മുകളിലേക്ക് പോകാം. അപ്പം ചുട്ടിപ്പാറയുടെ മുകളിലേക്ക് നമ്മൾ കയറാൻ തുടങ്ങുകയാണ്. ഇവിടുന്ന് മുകളിലേക്ക് കോൺക്രീറ്റ് റോഡാണുള്ളത്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഇരു സൈഡിലും ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പം പാറ തുടങ്ങും. ഇവിടെ നിന്നാണ് മുകളിലേക്ക് സ്റ്റെപ്പാണ് നമുക്ക് പോകാനായിട്ടുള്ള വഴി. അവിടെ ഒരു ആർച്ചുണ്ട്. ചുട്ടിപ്പാറ മഹാദേവ ക്ഷേത്രം എന്ന പേരിലൊരു ആർച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് സ്റ്റെപ്പിൻ്റെ ഇരു സൈഡിലും നമുക്കിങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടി കമ്പിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രായമുള്ളവരൊക്കെ വരികയാണെങ്കിൽ കമ്പിയിലൊക്കെ പിടിച്ചിങ്ങനെ പോകുവാനായിട്ട് സാധിക്കും. അതിന് കൂട്ടുകാരെ നമ്മുടെ മലയുടെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പകുതി ദൂരമേ ആയിട്ടുള്ളൂ. ഇനിയുണ്ട്. സ്റ്റെപ്പ് കയറി ക്ഷീണിച്ചു. നമ്മുടെ മലയാളികളുടെ ഗുണമായത്, എവിടെ ഒരു പാറ കണ്ടാലും എവിടെ ഒരു സ്ഥലം കണ്ടാലും അവിടെ പേര് ചെയ്തു. പണ്ട് നമ്മൾ എഴുതിയ പേരവിടെ കൊണ്ടുപോകും. അതെ അതെ അതെ, അതും പറയണമല്ലോ. സ്റ്റെപ്പ് ഏറെക്കുറെ കയറി കഴിഞ്ഞു. ഇനി പാറയുടെ മുകൾ ഭാഗത്തേക്ക് കുറച്ചുകൂടി സ്റ്റെപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് കയറാം. അപ്പോൾ 2 സുഹൃത്തുക്കൾ കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സന്ദീപും ഗൗതവും. സന്ദീപും ഒരു ചാനലുള്ള ആളാണ്. സന്ദീപും വൈഫും കൂടിയാണ് അത് നടത്തുന്നത്. സന്ദീപിൻ്റെ ഭാര്യയുടെ പേര് രമ്യ എന്നാണ്. അവർ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാനലാണ് നടത്തുന്നത്. ആ ചാനലിൻ്റെ പേര് സാൻഡ്രം വ്ളോഗ് എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ പാറയുടെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പത്തനംതിട്ട വളരെ മനോഹരമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചുട്ടിപ്പാറയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ആൽമരവും അതുപോലെ ഒരു അമ്പലവും ഉണ്ട്. അതുപോലെ മലയുടെ ഭാഗമാണ്. അതും 2 പാറയായിട്ട് അവിടെ മലയുണ്ട്. ഇനിയും ഇവിടുന്ന് പത്തനംതിട്ടയുടെ എല്ലാ പ്രദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ കാണുന്നത് അച്ചൻകോവിലാറാണ്. ഇപ്പോൾ ദൂരെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അപ്പം ഞങ്ങളിപ്പോൾ ആദ്യം കയറിയ പാറയിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ പാറയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അത്ര എളുപ്പമല്ല അങ്ങോട്ട് പോകുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. കുട്ടികളായിട്ടൊക്കെ വരുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം അങ്ങോട്ട് പോകുവാനായിട്ട്. ഈ പാറയിലാണ് അയ്യപ്പൻ്റെ സ്റ്റാച്ചു വരുന്നത്. ഇപ്പം വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഈ വലിയ പാറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ കയറിയ പാറയുടെ കാഴ്ചയാണ് നമ്മളിവിടുന്ന് കാണുന്നത്. ഈ പാറയുടെ മുകളിലായിട്ടാണ് അയ്യപ്പൻ്റെ സ്റ്റാച്ചു വരുന്നത്. 2ാമത്തെ മലയുടെ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുക. ക്ഷീണിച്ചു. ഇവിടെ നല്ല കാറ്റാട്ടോ. ഇത്ര നേരം കയറി വന്നതിൻ്റെ ആ ഒരു ക്ഷീണം ഈ കാറ്റത്ത് മാറിക്കിട്ടും. കുറച്ച് നേരം വിട്ടിരിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ചുട്ടിപ്പാറയുടെ ആ 2ാമത്തെ മലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ക്ഷീണിച്ചു ഇവിടെ വരെ കയറി വന്ന്. അതുകൊണ്ടങ്ങ് ഇരുന്നതാണ്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ക്ഷീണം മാറാൻ തക്കവണ്ണം നല്ല കാറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാമെന്ന് കരുതുക. കാര്യം മല കയറി എൻ്റെ ക്ഷീണം ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം.
ചുക്ക് കാപ്പിക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ചെറിയ കാറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട്, നമ്മളിങ്ങനെ അടച്ചു വെച്ചിരിക്കുക. അതിലേക്ക് കുറച്ച് കരിപ്പെട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് കരിപ്പെട്ടി ഒന്ന് അലിഞ്ഞു വന്നോളൂ. മധുരം വേണമെങ്കിൽ ഇനിയും ചേർക്കാം. കുറച്ച് ചുക്ക് ചേർത്ത് കൊടുക്കാം. ചുക്ക് പൊടിച്ചുകൊണ്ട് വന്നതാണേ. പൊടിച്ച ചുക്ക് കുറച്ച്, അല്പം എരിവിന് വേണ്ടി കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം ചതച്ച് വെച്ചിരുന്നതാണ്, അതുകൂടെ ചേർക്കാം. തീർന്നില്ല, കുറച്ച് ഉലുവ. കാപ്പി കുടിക്കാൻ ഞാൻ എത്തിയേ. ചുക്ക് കാപ്പിയല്ലേ, അപ്പോൾ അതിനൊരു നല്ലൊരു ഫ്ലേവറോട് കേട്ടോ. ഒരല്പം തുളസി ഇലയും കൂടി നമുക്ക് അങ്ങോട്ട് ഇട്ടേക്കാം. അതെ, ഞാൻ തിളച്ച് കേട്ടോ. മധുരം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, കുറച്ച് ശർക്കരയും കൂടെ. കാപ്പിപ്പൊടി നമ്മൾ ഇട്ടില്ല, ഏറ്റവും പ്രധാനമായിട്ടുമാണ് കാപ്പിപ്പൊടി, അത് നമ്മളിതുവരെ ഇട്ടിട്ടില്ല. ഇവിടെ ഇട്ടേക്കാം. നല്ല നാടൻ കാപ്പിപ്പൊടിയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളിന്ന് കാപ്പി കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. കുടിക്കാനുള്ള പരിപാടി തിളച്ച് വരുന്നു. ഓർമാരെ കൊണ്ട് തട്ടിയും മുട്ടി നടക്കാൻ പറ്റിട്ടുണ്ട്. വിഷുവെടുക്കുന്നതിന് മുന്നേ കുറുവച്ചാടും. പേര് വെളിപ്പെടുത്തിയ 3 വ്ളോഗർമാരും പേര് വെളിപ്പെടുത്താത്ത 2 വ്ളോഗർമാരും കൂടുതലുണ്ട്. അതെ, ഇനി നിലത്ത് വല്ല കണ്ടാ പഠിച്ചത്. അതല്ല, പ്രധാന വ്ളോഗറുണ്ട് എടുത്തതാ. ആ വീഡിയോ നിർബന്ധിച്ച് ഇടിയിച്ചതാരാ? ഞാനാ. അതിനുള്ള നന്ദി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ വീഡിയോ ഇട്ടതോടുകൂടി നന്ദി എപ്പോഴങ്ങ് പറഞ്ഞു. പൃഥ്വി വിശാലിൻ്റെ വൈറലായ വീഡിയോയുടെ ചാനലിൻ്റെ ഉടമയാണ് ഈ കാണുന്ന. രാത്രി 12 മണിക്ക് 1 മണിക്ക് ഞാൻ കുത്തിയിരുന്ന് 1 മണിക്കൂർ സംസാരിച്ച് നിർബന്ധിച്ച് വീഡിയോ ഇട്ട് വൈറലായ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, വൈറലായ ചാനൽ. ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളാണ് ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്. പണ്ട് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായിരുന്നു ഇവിടെ. വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇറങ്ങും, ഇവിടെ നിന്ന് പഠിക്കും. വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇറങ്ങിയിട്ട് പഠിക്കുമെന്നോ? ഇവിടെ ഇരുന്ന് പഠിക്കും. ഇവിടെ ഇരുന്ന് പഠിക്കും. ഒരു പാഠം പഠിക്കും. ഇവിടെ ഇരിക്കും, വീട്ടുകാർ പാഠം പഠിക്കും. നമ്മുടെ കാപ്പി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ജോയിച്ചേട്ടൻ്റെ ചായ കുടിക്കാൻ പോവുകയാണ്. ചുക്ക് കാപ്പി ഞാൻ ക്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു. എന്തുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് നോക്കിയിരിക്കും. കാപ്പി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ 6 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ചൊരു ചില എണ്ണക്കടി സാധനം കൂടെ വാങ്ങിച്ചായിരുന്നു. എന്തായിരുന്നു ഇത് വാങ്ങിച്ചത്? മസാല ബോണ്ട. ഓക്കെ, മസാല ബോണ്ട. അപ്പോൾ ഈ സൈഡിൽ നിന്ന് അല്ലേലും അങ്ങനെ തന്നെ തുടക്കം എപ്പോഴും ഇങ്ങോട്ട് നല്ലതാ. അല്ല, വിളിച്ചത് പേര് പറയാതെ. അല്ലല്ല, സൂപ്പർ സൂപ്പർ സൂപ്പർ. ചായ അല്ലല്ലോ. ചായ അല്ല, എന്തോ നിങ്ങൾ പറഞ്ഞു. താങ്ക് യു. വീട്ടിൽ പ്രത്യക്ഷപ്പെടാത്ത കാര്യമാണ്. തെറ്റും പറയുന്നത് മൊത്തം സൂപ്പർ.
ഞാൻ സാധാരണ ഈ ചുക്ക് കാപ്പി അങ്ങനെ കുടിക്കുന്നതല്ല, പക്ഷേ ഇത് എനിക്ക് കറക്റ്റാണ്. എരിവൊക്കെ സ്വല്പം കുറവുണ്ട്, നല്ല ടേസ്റ്റ്, നല്ല മണം. എങ്ങനെയുണ്ടാ? സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഞങ്ങൾ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. ഇപ്പോൾ സമയം വളരെ സന്ധ്യയോടടുക്കുന്നു. ഇവിടെ നിന്നും പത്തനംതിട്ട ടൗണ് നമുക്ക് ദൂരെയായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ നിന്ന് പാട്ടുകളൊക്കെ അവർ വൈകുന്നേരം വെച്ചിട്ടുണ്ട്. ആ ദൂരെ ടൗണിലെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങി. രാത്രി ഈ സന്ധ്യാസമയത്ത് ഇവിടുന്ന് ടൗൺ കാണാൻ വളരെ രസമാണ്. അവിടുത്തെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണുവാനായിട്ട് നല്ല രസമാണ്. നമുക്ക് സന്ധ്യാസമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് തന്നെയാണിത്. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ. കയറി വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പ്രായമുള്ളവർക്കൊക്കെ പിടിച്ചു വരുവാനായിട്ട് അവിടെ കമ്പി വേലിയൊക്കെ ഉണ്ട്. കുട്ടികളുമായിട്ട് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ്. ഒന്ന് ശ്രദ്ധയോടുകൂടി മലയുടെ മുകളിലെത്തണമെന്ന് മാത്രമാണ്. വളരെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.